നമസ്കാരം, ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്. റെഡ് കെയറിന്റെ നേതൃത്വത്തിൽ അങ്കമാലി നഗരസഭ 15-17 വാർഡുകളിൽ നിന്നായി SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയവർക്ക് എൻഡോമെന്റ് വിതരണവും വിജയിച്ച മുഴുവൻ കുട്ടികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. ദീർഘകാലം നഗരസഭാ കൗൺസിലറും CPIM ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന KI കുര്യാക്കോസിന്റെയും SFI സംസ്ഥാന കമ്മിറ്റി അംഗവും ടെക്നോസ് പ്രഥമ ചെയർമാനും DYFI മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന KK രാജേഷ് കുമാറിന്റെയും പേരിലാണ് എൻഡോമെന്റ്. നായത്തോട് സൗത്തിൽ ചേർന്ന അനുമോദന യോഗം കേരള സംസ്ഥാന ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു. റെഡ് കെയർ സെക്രട്ടറി ജിജോ ഗർവാസിസ് അധ്യക്ഷത വഹിച്ചു. KSEB മുൻ ചീഫ് എഞ്ചിനീയർ പ്രൊഫസർ AK ദിവാകര മേനോൻ, അങ്കമാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TG ബേബി, KSFE മുൻ ബ്രാഞ്ച് മാനേജർ PT തോമസ് മാഷ്, നഗരസഭാ കൗൺസിലർ രജനി ശിവദാസൻ, റെഡ് കെയർ വൈസ് പ്രസിഡന്റ് VK രാജൻ എന്നിവർ സംസാരിച്ചു. റെഡ് കെയർ പ്രസിഡന്റ് TY ഏലിയാസ് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി ജ്യോതിക ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. ഇനി എങ്ങനെ ഉപരിപഠനം എന്ന വിഷയത്തിൽ അങ്കമാലി സെന്റ് ആൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ അമ്പിളി ഗോപാൽ, MG യൂണിവേഴ്സിറ്റി നോഡൽ ഓഫീസർ അഷ്ന ഗോപാൽ എന്നിവർ ക്ലാസ് നയിച്ചു. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ഇപ്പോഴത്തെ ഒരു തലമുറ ഇത്തരം കാര്യങ്ങളെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറെ ആളുകൾ ഈ നായത്തോടുണ്ട് എന്നുള്ളതാണ്. നായത്തോടിന്റെ വലിയൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ പല SLC അവാർഡ് ദാന ചടങ്ങിലും പോയിട്ടുണ്ട്. അവിടെയൊന്നും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവാർഡ് ദാന ചടങ്ങിന് ശേഷം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന എലിയാസിനെ പോലുള്ള, അല്ലെങ്കിൽ ജിജോനെ പോലുള്ള, ഷാജി യോഹന്നാനെ പോലുള്ള ഒരു നേതൃത്വത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വിഭവസമൃദ്ധമായ ഒരു ആഹാരം വരെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചുകൊണ്ടാണ് സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു പരിപാടി ഒരു കൗൺസിലർ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ ഒരു സ്നേഹത്തിന്റെ ഒരു അംശമുണ്ട്, അല്ലെ? അദ്ദേഹം സൂചിപ്പിച്ചതൊരു രാഷ്ട്രീയ പരിപാടി അല്ല എന്ന്. രാഷ്ട്രീയം നമുക്ക് അത്ര ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ഏതൊരു അറിവും പ്രധാനപ്പെട്ടതാണ്, അല്ലെ? കാരണം നാം ജീവിക്കുന്നത്, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചറിയേണ്ടതാണ്. അതിനെപ്പറ്റി പഠിക്കേണ്ടതാണ്. നിങ്ങൾ ജീവിതത്തില് വിജയങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്ന കുട്ടികളാവരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.